ഹലോ, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ബോഡി വൈറ്റനിങ് പാക്കാണ് കേട്ടോ. ഫുൾ ബോഡി വൈറ്റനിങ് പാക്കാണ്. ഞാൻ ഈ പാക്ക് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാനും. അപ്പോൾ ഒരു 5 ഇൻഗ്രീഡിയൻസ് ഞാൻ എടുക്കുന്നുണ്ട്. ടോട്ടൽ 8-9 ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ 5 ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ എടുത്ത ഓട്സ് ആണ് കേട്ടോ. ഓട്സ് ഓൾറെഡി സ്കിന്നിന് നല്ലതാണല്ലോ. ഞാനൊക്കെ പണ്ട് ഓട്സും മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഫേസിലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടും കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു യൂസ് ചെയ്ത്. ഓട്സ് പൗഡർ മിൽക്കും കൂടി മിക്സ് ചെയ്ത് ഫേസിൽ നല്ല രീതിക്ക് പണ്ടൊക്കെ കുറച്ച് കാലം മുന്നേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് പരിപ്പാണ് കേട്ടോ. പരിപ്പ് വെച്ചിട്ടെങ്കിൽ ഒരു ഓറഞ്ച് ചെറിയ ടൈപ്പ് പരിപ്പ് വരുന്നുണ്ട്. പരിപ്പ് സ്കിന്നിന് നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഈ ഓറഞ്ച് ചെറിയ ടൈപ്പ് പരിപ്പ്, ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ പരിപ്പാണ് യൂസ് ചെയ്ത്. സെക്കൻഡ് വലിയ പരിപ്പുണ്ടല്ലോ, നമ്മൾ കറിയൊക്കെ വെക്കുന്ന നോർമൽ കറിയൊക്കെ വെക്കുന്ന പരിപ്പ്, സെക്കൻഡ് ഞാൻ ആ പരിപ്പാണ് യൂസ് ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ട സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൽമണ്ടാണ്. ആൽമണ്ട് ഓൾറെഡി നമ്മളെ സ്കിന്നിനും നമ്മൾ നോർമലായിട്ട് കഴിച്ചാലും ഒക്കെ നല്ലതല്ലേ. ആൽമണ്ട് ഓയിലുണ്ട്. ആൽമണ്ട് എല്ലാത്തിനും ബെറ്ററാണ്. ഞാനിതുവരെ യൂസ് ചെയ്ത് ആൽമണ്ട് എന്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൽമണ്ടാണ്, കുറച്ച് ആൽമണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയറാണ് കേട്ടോ. ചെറുപയർ പണ്ടുള്ളവരൊക്കെ പറയും കുളിക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ടാൻ പോവും. അപ്പോൾ ഞാൻ നോർമലായിട്ട് ടാനൊക്കെ പുറത്ത് പോയി ടാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഒരുപാട് ടൈം ഞാനും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടാനൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. പണ്ടുള്ളവരൊക്കെ കുളിക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോഴും ചിലവരൊക്കെ ഉണ്ട് കേട്ടോ. ഈ 5 ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുത്ത് ഫസ്റ്റ് തന്നെ മിക്സ് ചെയ്യാണ് കേട്ടോ വേണ്ടത്. 5 കൂടി എടുത്ത് നമ്മൾ മിക്സ് ചെയ്യണേ. പരിപ്പും എല്ലാം കൂടി നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ 5 ഇൻഗ്രീഡിയൻറ്റും വെച്ചിട്ട് നമ്മൾ നല്ല രീതിക്ക് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കണേ. ഇതിലേക്ക് റൈസും കൂടി ആഡ് ചെയ്യേണ്ടിയിരുന്നു. ബട്ട് റൈസ് പൗഡർ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം റൈസ് പൗഡർ വീട്ടിലുള്ളതും കൊണ്ട് ഞാൻ റൈസ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തില്ല. അപ്പോൾ ഞാനത് 5 കൂടി മിക്സ് ചെയ്ത് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. അത് പൗഡറാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ പൗഡർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേറെ ഒരു 4 സംഭവം ആഡ് ചെയ്യണം. റൈസ് പൗഡർ ഇതിൻ്റെ അകത്ത് റൈസ് ഇട്ട് ആഡ് ചെയ്യേണ്ടതായിരുന്നു. ബട്ട് ഞാൻ റൈസ് പൗഡർ എടുക്കാമെന്ന് വിചാരിച്ച്. ഇതെന്തൊക്കെ വെച്ചിട്ട് ഇത് ടർമറിക് പൗഡറാണ്. പിന്നെ ഇത് മുട്ടാനുമിൽ ടീ, ഇത് റോസ് വെറ്റർ പൗഡർ, ഇത് പിന്നെ റൈസ് പൗഡർ. ഇതും ഇതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് ഫുള്ളും ഇതിലേക്ക് മിക്സ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. സെക്കൻഡ് മുൾട്ടാനി മിൽട്ടി, പിന്നെ റോസ് പെറ്റൽ പൗഡർ, പിന്നെ റൈസ് പൗഡർ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം നല്ലോണം മിക്സ് ചെയ്യണേ. എല്ലാം കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ആദ്യം പൊടിച്ചതായി ഇവിടേക്ക് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെന്നുള്ളപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ കുറച്ചെടുത്ത് നോർമലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി സെറ്റാക്കി ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞങ്ങൾ മിക്സ് ചെയ്താണ്. ഈ ബൗളിൻ്റെ അകത്തുനിന്ന് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വേറെ ബൗളിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് പാലാണ് കേട്ടോ. ഞാൻ പാലാണ് മിക്സ് ചെയ്യുന്നത്. തൈര് മിക്സ് ചെയ്യുക, വെള്ളം മിക്സ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഞാൻ പാലാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇച്ചിരി കൂടിയോ മതി. അപ്പോൾ പാല് കുറച്ചുകൂടി നല്ല രീതിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യണേ. നമ്മൾ ഒന്ന് സെറ്റ് ആവുന്ന വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കണേ. അപ്പോൾ
അപ്പം ഞാനും എൻ്റെ സിസ്റ്ററും കൂടി കൈമ ടാപ്പൊക്കെ ഇട്ടിരിക്കുന്നു. നല്ല രീതിക്ക് ടാനുണ്ട് കേട്ടോ. വണ്ടിമ്മ പോകുന്നതും കൊണ്ട് നല്ല ടാനുണ്ട് ഞങ്ങളെ കൈമൽ. അപ്പോൾ ഞങ്ങളൊന്ന് കാണിച്ചു തരാം ഫൈനൽ റിസൾട്ട് തേച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കൈമ തേക്കാൻ പോവാണ്. നല്ല കട്ടിക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. ഞങ്ങൾ നല്ല കട്ടിക്കാണ് അപ്ലൈ ചെയ്ത്, എന്നാലേ നല്ല റിസൾട്ടും ഉണ്ടാവും. ഒരു 30 മിനിറ്റ് നേരം നമ്മൾ കൈമൽ ഇത് വെച്ചുകൊണ്ട് നിൽക്കുകയും വേണം കേട്ടോ. നല്ല കട്ടി തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടി തേച്ചിട്ടതാ. നിങ്ങൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ രണ്ടുപേരും ഡ്രൈ ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. ഇത് നോക്കിയപ്പോ ഇങ്ങോട്ട് വരിയാട്ടെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ടോ. വാഷ് ചെയ്തൊരു ടിഷ്യൂ എടുത്ത് ഞങ്ങൾ കൈയൊക്കെ തുടച്ച് നോക്കുമ്പോൾ നല്ല റിസൾട്ടാണ് ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിയിട്ടുള്ളത്. 4 ടാനും പോയി, എല്ലാം പോയി. ഇതെൻ്റെ സിസ്റ്ററുടെ കൈയാണ്. 2 കൈയും തമ്മിൽ നല്ല ഡിഫറൻറ്റ് ഉണ്ട്. അതേപോലെ തന്നെ എൻ്റെ കൈക്കും നല്ല ഡിഫറൻറ്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. അടുപ്പിക്ക് കൈ അടുപ്പിക്ക്.